ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്കാണ്. കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം വെച്ചുകൊണ്ടാണ് ഈ സ്നാക്ക് ഉണ്ടാക്കുന്നത്. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്കും ഇതൊന്ന് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വളരെയധികം ഹാപ്പി ആയിരിക്കും. എളുപ്പത്തിൽ ഉണ്ടാക്കാനായിട്ട് പറ്റുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ കുറച്ച് വെജിറ്റബിൾസ് ആണ്. റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് 3 പീസ് ക്യാപ്സിക്കം, 3 പീസ് ടൊമാറ്റോ, 3 പീസ് ക്യാരറ്റും കുറച്ച് മല്ലിയില എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഉള്ളി, ക്യാരറ്റ്, ടൊമാറ്റോ, ക്യാപ്സിക്കം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാക്കറ്റ് മാഗിയും 3 മുട്ടയാണ് എടുത്തത്. റൗണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചത് ഗാർണിഷ് ചെയ്യാനായിട്ടാണ്. ഇനി നമുക്ക് മാഗി വേവിച്ചെടുക്കാം. ഫസ്റ്റായിട്ട് തന്നെ അതിനായിട്ട് വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. വെള്ളം തിളപ്പിച്ചതിലേക്ക് ആ ഒരു പാക്കറ്റ് മാഗി ഒന്ന് ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് ഓയിലും ഒഴിക്കുക. കുറച്ചെന്ന് പറയുമ്പോൾ ഒരു പിഞ്ച് ഉപ്പും അതുപോലെ 2 ഡ്രോപ്സ് മാത്രം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഒരു പാക്കറ്റ് മാഗി മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ആ മാഗി ഒന്ന് വേവിച്ചെടുത്തിട്ട് മാഗിയുടെ പൗഡറൊന്നും ഇട്ട് കൊടുക്കുക. ആ ഒരു പൊടിയില്ല ഇട്ട് കൊടുക്കണ്ട കേട്ടോ. അത് പിന്നെ നമുക്ക് മസാലയൊക്കെ ആയതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതൊന്ന് വേവിച്ചിട്ട് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് വെജിറ്റബിൾസൊക്കെ ഇട്ട് ഒന്ന് മസാല ഉണ്ടാക്കാം. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിക്കുക. പിന്നെ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കുക. ഉള്ളി, തക്കാളി, ക്യാരറ്റ്, ക്യാപ്സിക്കം എന്നിവ ഇട്ട് കൊടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുക. അങ്ങനെ നല്ല പോലെ വേവൻ വേണ്ട, ആ ഒരു പച്ച മണം ഒന്ന് മാറിയാൽ മതി. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രൈ ചെയ്ത ചിക്കനൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയാണ്. ചിക്കനും കൂടി ഇട്ട് കൊടുത്താൽ എക്സ്ട്രാ ടേസ്റ്റ് വരും. വെജിറ്റബിൾസിൻ്റെ ആ പച്ചച്ചൊവയ്ക്ക് ഒന്ന് മാറിക്കിട്ടിയാൽ നമുക്ക് വേവിച്ച് വെച്ച നൂഡിൽസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ നൂഡിൽസും നമ്മുടെ വെജിറ്റബിൾസും കൂടി നല്ല പോലെ തന്നെ മിക്സ് ആവണം. ഓരോ നൂഡിൽസിലും വെജിറ്റബിൾസ് മിക്സ് ആയിരിക്കണം. അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ നല്ല പോലെ മിക്സ് ചെയ്ത് റെഡിയാക്കുക. നല്ല പോലെ ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാഗി മസാല പൊടി ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഉപ്പിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. ഉപ്പ് വേണമെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കുക. ആ നൂഡിൽസ് വേവിക്കുമ്പോൾ ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുത്തതല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഈ മാഗി പൗഡറിലും ഉള്ള ഉപ്പ്, അപ്പോൾ ടോട്ടൽ ഒന്ന് നോക്കിയിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ലാസ്റ്റ് ബാക്കി വെച്ച കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇവിടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഇവിടെ ഓഫ് ചെയ്യാം. ഇനി ആവശ്യമുള്ളത് ഒരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. മുട്ട പൊട്ടിച്ചൊഴിക്കുമ്പോൾ വലിയ ബൗൾ തന്നെ എടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് മാഗി മസാലയും കൂടി ഇട്ട് മിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ബൗളായിരിക്കണം എടുക്കേണ്ടത്. അതുപോലെ തന്നെ മുട്ട ബീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മുടെ മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ മുട്ട അതുപോലെ തന്നെ ഉണ്ടാവും അല്ലെങ്കിൽ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. ബീറ്റ് ചെയ്തിട്ട് മസാലയും കൂടി ഇട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു സോസ് പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഓയിലൊന്ന് സ്പ്രെഡാക്കി കൊടുത്ത് നമ്മുടെ ഈ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഫുള്ളൊന്ന് നമ്മൾ റൗണ്ടായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗവും ഒരുപോലെ ആകുന്ന പോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വെച്ചിട്ടില്ലേ, അതൊക്കെ ഒന്ന് എടുത്ത് ഇതിൻ്റെ മേലെ ഒന്ന് വെച്ചെടുക്കുക. ക്യാപ്സിക്കം, ടൊമാറ്റോ, ക്യാരറ്റ്, പിന്നെ കുറച്ച് മല്ലിയില ബാലൻസ് വെച്ചിട്ടില്ലേ, അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ടോപ്പ് അടച്ച് വെച്ചിട്ട് വേവിച്ച് കൊടുക്കുകയാണ്. പെട്ടെന്ന് നമുക്കിത് വെന്ത് കിട്ടും കേട്ടോ. ആ ഒരു എഗ്ഗ് വേവുന്നൊരു ടൈമല്ലേ വേണ്ടു.
വെന്തതിന് ശേഷം അതൊന്ന് ഓപ്പൺ ആക്കി കൊടുത്ത് തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ട് കൊടുത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു 2 മിനിറ്റ് തിരിച്ചിട്ട് കൊടുത്ത് നമുക്ക് വെക്കാം. ടോപ്പ് അടച്ച് വെച്ചിട്ട് തന്നെ അതിൻ്റെ മേൽഭാഗത്തുള്ള ഇതും കൂടി ഒന്ന് വെന്ത് കിട്ടാനായിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് ടൈം വെച്ച് കൊടുക്കാം. അതിന് ശേഷം കട്ട് ചെയ്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈസി ആയിട്ടുള്ളൊരു സ്നാക്കല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വേറൊരു വീഡിയോയുമായി കാണുന്നവരെല്ലാവരോടും ബൈ.